കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. തഴവ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. തഴവ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. കർഷകർക്കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കാളികളായി. കൃഷി ഓഫീസർ ഗീതു സ്വാഗതം പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ ഞാറ്റുവേല ചന്തയോടും കർഷക സഭയോടും ഒപ്പം കർഷക സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. പ്രധാനമായും നമ്മൾ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പരിപാടി അവതരിപ്പിച്ചത്. അതായത് ഇനി നമുക്ക് നമ്മുടെ യുവതലമുറയും കൂടെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നാണ് കുട്ടികളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികളെ എല്ലാ സ്കൂളുകളെയും അറിയിച്ചിട്ട് കുട്ടികളെ കൂടെ നമ്മുടെ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തത്. അപ്പം ഈ സെമിനാറിൽ പ്രധാനമായിട്ടും ഇന്നിപ്പോ നമ്മൾ ഇവിടെ നടന്നത് ഞാറ്റുവേല ചന്ത എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാറ്റുവേലയോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ പലപ്പോഴും കുട്ടികൾക്ക് ഞാറ്റുവേല എന്താണെന്നോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം എന്താണ് ഞാറ്റുവേല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഏതൊക്കെ കൃഷിരീതികളാണ് ഏത് ഞാറ്റുവേലയോടനുബന്ധിച്ച് ചെയ്യേണ്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മണ്ണാണ്. ആ മണ്ണ് എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകാം, മണ്ണിനെ എങ്ങനെയാണ് കൃഷിയുമായി ബന്ധിപ്പിക്കുന്നത്, എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിന്റെ ഘടകങ്ങൾ നോക്കേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദ്രജിത്ത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആഹാരമാണ് നമ്മളുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. നമുക്ക് ആഹാരം എവിടെ നിൽക്കുന്നു പറഞ്ഞോ? ഭൂമിയിൽ നിന്ന് നമുക്ക് ആഹാരം കിട്ടുന്നത് അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ആ ആഹാരത്തിൽ നിന്ന് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എരിയുകയും നമ്മളുടെ ആരോഗ്യത്തെ അത് മെച്ചപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് മാത്രമാണ് ആഹാരം വേണ്ടത്. ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? ആഹാരം വേണം. ഈ ആഹാരം നമ്മുടെ ജീവജാലങ്ങൾക്കുള്ള ആഹാരം ഭൂമിയിൽ നിർമ്മിക്കുന്ന ആരാണെന്നറിയാം? പ്രൊഡ്യൂസ് ചെയ്യും ആരാണ്? നിങ്ങൾ മറ്റേ ഫുഡ് പിരമിഡൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സസ്യങ്ങളാണല്ലേ. അപ്പോൾ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരമാണ് മനുഷ്യനുൾപ്പെടെ ബാക്കി എല്ലാ ജന്തുക്കളിലേക്കും എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ.